ആണ്ടേ പുതിയൊരു ഭണ്ഡാരം വന്നിറങ്ങിയേക്കുന്നു. യുദ്ധക്കളത്തിൽ പടമാരെ ഇറക്കുന്നവരെ ഓരോ മരണങ്ങളെ കൊണ്ട് വന്നേക്കുവാണല്ലോ. ഇതൊക്കെ എങ്ങനെ കറങ്ങി തിരിഞ്ഞ് ചേട്ടായിട്ട് എടുത്തതിന് വരുന്നുണ്ടോ? ഇപ്പൊ കൊണ്ടുവന്ന് എന്റെ മോന്തയിലോട്ട് ഇടുവായിരിക്കും മാന്താൻ. രാവിലെ എഴുന്നേറ്റ് ദോശയൊക്കെ തിന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോ ഞാവും ഞാവുന്നുള്ള ഈ സൗണ്ട് അത് നോക്കുമ്പോ ഇതാ ഈ മതിലിലേക്ക് ഈ തൂണൽ ഈ പുള്ളി ഇരിക്കുക. എവിടുന്ന് വന്നു അറിയത്തില്ല. ഇണക്കമൊക്കെ ഉണ്ട്. നമ്മുടെ പുതിയ ഞാവിന്റെ അതേ വലിപ്പമേ ഉള്ളൂ. ആരെങ്കിലും കൊണ്ട് ഉപേക്ഷിച്ചതാണോ അതേ വഴിതെറ്റി തന്നെ വന്നാണോ എന്ന് അറിയത്തില്ല കേട്ടോ. കറക്റ്റായിട്ട് ഇവിടെ തന്നെ വന്നത് എങ്ങനെയാണെന്നുള്ള അറിയത്തില്ല. സത്യമായിട്ടും ഇത് ഞാൻ രാവിലെ ഇറങ്ങിയപ്പോ കാണുന്ന ഇവിടെ ഇരുന്ന് കരയുന്ന അവന് തപ്പ് വന്നാണോന്ന് അറിയത്തില്ല. കൂട്ടിലൊരാളെ പിടിച്ചിട്ടില്ലേ അച്ഛനെ തപ്പ് വന്നാണോന്ന് അറിയത്തില്ല. ഇതിപ്പം എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. മേത്ത് എന്തൊക്കെയോ ഉണ്ട്. ഇങ്ങനെ മേത്ത് ഇങ്ങനെ രോമൊക്കെ കട്ടി പിടിച്ചിരിപ്പുണ്ട്. അപ്പൊ അതൊക്കെ കുളിപ്പിച്ച് നമുക്കൊന്ന് വെച്ച് നോക്കാം. ഇപ്പൊ ആളിവിടെ വന്നിട്ടേ ഉള്ളൂ. വന്നത് നമ്മൾ എടുക്കുന്ന ഫുട്ടേജാ. ഉണ്ടോ ഇണക്കമുണ്ട്. നമ്മുടെ ഞാവ് കൂടി ഞെട്ടിത്തെറിച്ചിരിക്കുക. അവളുടെ എക്സ്പ്രഷൻ ഒന്ന് എടുത്തേ. ഇതാരാടി? നീ അറിയുവോ? നിന്റെ കൂട്ടത്തിൽ ഉള്ള പോലെ ആണോ? ഏതാണ്ട് സെയിം ഏജ് ആവട്ടോ. പക്ഷെ നമ്മുടെ ഞാവ് കാണിച്ചോട് വലിപ്പം. രണ്ടുപേരും ഒന്ന് കാണിച്ചു നോക്കാം. വാ പരിചയപ്പെടാം. ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് പരിചയപ്പെടാം. നീ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊടുത്തു വിടാം ഉടമസ്ഥരായിട്ട്. ബാ ഇതാണ് നമ്മുടെ വീട്. കണ്ടോ ചോറ് കിട്ടുന്ന സ്ഥലം. അത് പപ്പിയുടെ വീട്. അത് പപ്പി. ഇത് നിമിഷാൻറ്റി. ഈ കലിപ്പായിട്ട് നോക്കുന്നത് നിമിഷാൻറ്റി. ഇത് ഞാവിനോട് കൂട്ടുകൂടാവെന്ന് നോക്കിയേ. അവളെ ചൂടാവാണോ? ഞാവു പാവല്ലേടി, പാവല്ലേ? അവളോടി ഇങ്ങ് പോരെ. ശരിയാക്കാം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. ഇയാളെ പരിചയമുണ്ടോ? ഇതിന്റെ കാര്യത്തിൽ വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? എന്തായാലും തൽക്കാലം ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇരിക്കട്ടെ. അപ്പിക്കുട്ടാ ഇതാരാടാ? നീ കണ്ടായിരുന്നോടാ വരുന്നേ? നീ കണ്ടായിരുന്നോ? വാ. അയ്യോ ഇങ്ങ് പോരെ. ഇല്ല അവൻ പാവാന്നേ. പുള്ളി പേടിച്ചു പോയി പട്ടിനെ കണ്ടിട്ട്. വാലൊക്കെ ഇരിക്കുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇരുന്നോ ഒന്നുമില്ല കേട്ടോ. ഇതെന്താ അവർപ്പാലാണോ പറ്റിയേ?
അപ്പക്കുട്ടൻ്റെ പൂന്തോട്ടം. അപ്പക്കുട്ടൻ്റെ കൂടും അതിലൊക്കെ പെയിൻ്റ് അടിച്ചതിന് ശേഷം നമ്മൾ പൂച്ചെടികളൊക്കെ ഇവിടെ വെച്ചു കേട്ടോ. ഇതാകുമ്പോൾ കോഴിയും കൊത്തുമല്ല, കോഴി വരുമ്പോൾ കോഴിയെ കൊത്താതെ പിന്നെ ഓടിച്ചോളും. മുള്ളാത്ത വർഗ്ഗറായപ്പോണ്ട് എനിക്ക് ദേഷ്യം വന്നാണ്ടല്ലോ ഞാൻ മുള്ളി തീർക്കും. ഇത് ഉപ്പങ്കാക്കയുടെ കൂടാ ഈ കരിയിലിരിക്കുന്നത്. ഈ തെങ്ങിൻ്റെ ഇടയ്ക്കുണ്ടോ കരിയിലിരിക്കുന്നത്? അതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളും ഉണ്ട്. ആ, ഇതിന് മുകളിൽ ഉപ്പങ്കാക്ക ഇരിപ്പുണ്ട്. കരയെന്ന് വെച്ചേക്കാൻ വരാം എപ്പോഴും കീന്ന്. കുറേ വർഷങ്ങളായിട്ട് ഇതിൻ്റെ അകത്ത് പുള്ളി കൂട് കൂട്ടുന്നത്. അപ്പോൾ ടെറിട്ടറി മാർക്ക് ചെയ്യാണ്. അതൊക്കെ അവൻ്റെ സ്ഥലമാണ്. അപ്പോൾ ശരി, എല്ലാവർക്കും ടാറ്റ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.